നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് മലയാളികളായ 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ കേസുകൾ NIA-യും ED-യും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്ത സെഷൻസ് കോടതി ഈ കേസ് NIA-ക്ക് കൈമാറണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം മനുഷ്യക്കടത്ത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് ചാർജ് ഷീറ്റിൽ കുറ്റപത്രത്തിൽ ഉള്ളതുകൊണ്ട് ഇത് NIA-ക്ക് കൈമാറേണ്ട കേസാണെന്നാണ് സെഷൻസ് കോടതി അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തിനായി പണം ലഭിച്ചോ എന്നറിയാൻ, ഏത് മാർഗങ്ങളിൽ നിന്നാണ് പണം വന്നതെന്ന് അറിയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന BJP നേതൃത്വം, എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ BJP നേതൃത്വവും ഛത്തീസ്ഗഡിലെ BJP ഗവൺമെൻറ്റും എടുത്തിരിക്കുന്ന നിലപാട്. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രമേ എന്തായാലും NIA-യും ED-യും എല്ലാം ഈ കേസിലേക്ക് തിരിയുകയുള്ളൂ. ഈ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറി തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് വെച്ചാൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പണം ധാരാളമായി വന്നിട്ടുണ്ടെന്നും ഈ പണം വന്ന സോഴ്സുകൾ അന്വേഷിക്കേണ്ടത് ED ആണെന്നും മനുഷ്യക്കടത്ത് അന്വേഷിക്കേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അഥവാ NIA ആണെന്നുമാണ് ഇപ്പോൾ BJP സർക്കാർ പറയുന്നത്. ഏതായാലും ഈ കേസ് NIA-ക്ക് കൈമാറാൻ സെഷൻസ് കോടതി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു കുറ്റമാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ മാത്രം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കുറ്റമല്ല. അതുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലെയും കുറ്റവാളികൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ ഇക്കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആണ്, ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് NIA അന്വേഷിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ പൂർണ്ണമായ സത്യസ്ഥിതി വെളിച്ചത്ത് വരുവുള്ളൂ എന്നാണ് കോടതിയും പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പണം പല ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ടാകാമെന്നും ആ പണത്തെക്കുറിച്ചുള്ള സോഴ്സുകളെക്കുറിച്ചുള്ള അന്വേഷണം ED തന്നെ നടത്തണമെന്നുമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. ക്രൈസ്തവ സന്യാസിനികളുടെ അല്ലെങ്കിൽ സിസ്റ്റർമാരുടെ അക്കൗണ്ടുകളിലേക്ക്, അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന സന്യാസി മഠങ്ങളിലെ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന പണത്തിൻ്റെ കണക്ക് ED ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ചില സന്യാസി മഠങ്ങളിലെ അക്കൗണ്ടിലേക്ക് വന്ന കണക്കും ഇക്കാര്യത്തിൽ ED എടുക്കുന്നുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിൽ ധാരാളം കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. അവയെല്ലാം പ്രത്യേക കോൺഗ്രിഗേഷനുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവയുടെ എല്ലാം അക്കൗണ്ടുകളും വ്യത്യസ്തമാണ്, സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് ഈ അക്കൗണ്ടുകളിൽ വിദേശത്ത് നിന്ന് പണം വന്നോ എന്ന് ഉള്ള സൂചനകൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനാണ് ED രംഗത്ത് വരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ BJP പറയും പോലെയല്ല കാര്യങ്ങൾ. ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ സന്യാസിനികളെ, സിസ്റ്റർമാരെ ജയിലിലാക്കി എന്നുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തി ഉത്തരേന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെയും ക്രിസ്ത്യൻ സന്യാസിനികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ അന്വേഷണ ഏജൻസികളിൽ വെച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിലാക്കാനുള്ള നീക്കവും വിവിധ BJP സർക്കാരുകൾ നടത്തുന്നുണ്ട്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം BJP സർക്കാരുകളാണുള്ളത്. അത് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ NIA-യും ED-യും അന്വേഷിച്ചാൽ ഈ മാഫിയയെ, BJP-യുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മതപരിവർത്തന മാഫിയയെ മുളയിലെ നുള്ളാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമോ മതസ്വാതന്ത്ര്യമോ ഭരണഘടനയൊന്നും പരിഗണിക്കേണ്ട എന്നും NIA-ക്കും ED-ക്കും ഈ കേസ് വിടുന്നതാണ് നല്ലതെന്നുമുള്ള നിലപാട് BJP നേതൃത്വം നൽകുന്ന ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. ഏതായാലും ക്രൈസ്തവ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് സഭകളുടെയും മറ്റും വലിയ അക്കൗണ്ടുകളിലേക്ക് ധാരാളം പണം വിദേശത്ത് നിന്ന് വരുന്നുണ്ടോ എന്നുള്ള ആരോപണം പലതവണയായിട്ട് ഈ സംഘപരിവാർ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള അന്വേഷണം നടത്താൻ ED-യെ ചുമതലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.